നമസ്കാരം. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമി സമാധിയായ സംഭവവും അതുമായി ബന്ധപ്പെട്ടുണ്ടായ കോളിളക്കവുമെല്ലാം കിട്ടടങ്ങി വരുന്നതേയുള്ളൂ. അന്ന് ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കാൻ വന്ന സമയത്ത് അതിനെ നഖശികാന്തം എതിർത്തുകൊണ്ട് ഒരു അഭിഭാഷകൻ രംഗത്തെത്തിയിരുന്നു, അഡ്വക്കേറ്റ് NG ഗിരീഷ്. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. അതിൽ അന്നത്തെ ചില സംഭവങ്ങളിൽ നിയമപരമായ ചില വ്യക്തതകൾ വരുത്താനുണ്ട്. അദ്ദേഹത്തിന് ചിലത് പറയാനുണ്ട് പ്രേക്ഷകരോട്. നമസ്കാരം സാർ. നമസ്കാരം. അന്ന് താങ്കൾക്ക് ഈ ഗോപൻ സ്വാമിയെയോ കുടുംബത്തെയോ മുൻ പരിചയമുണ്ടായിരുന്നു? ഗോപൻ സ്വാമിയെ പരിചയമില്ല, കുടുംബത്തെ പരിചയമില്ല, ആ പ്രദേശത്തെ പരിചയമില്ല, പ്രദേശത്തുള്ള ആരെയും പരിചയമില്ല. പിന്നെ എങ്ങനെയാണ് താങ്കൾ അവിടെ എത്തിപ്പെട്ടത്? ഞാൻ യാദൃശ്യമായിട്ടാണ് ഞായറാഴ്ച വെളുപ്പിന് 2:30 സാധാരണ ഞാൻ ഒരു 2:45 3 മണിക്ക് ഉണരുന്ന ശീലമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞാൻ പത്രം വായിക്കുന്നത് നാളെ വെളുപ്പിന്, അല്ലെങ്കിൽ TV-യിൽ പ്രധാനപ്പെട്ട പല കാണുന്നതും കേസിന് തയ്യാറാവുന്നതൊക്കെ വെളുപ്പിനാണ്. അപ്പോൾ അന്ന് എണീറ്റപ്പോൾ നേരത്തെ 2:30 മുമ്പായിട്ട് ഉണർന്നു. വീണ്ടും കിടക്കണോ പത്രം വായിക്കണോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് TV ഒന്ന് ഓൺ ചെയ്യാൻ തോന്നി. ഏഷ്യാനെറ്റ് ചാനൽ പിടിച്ചു. അപ്പോൾ അരമണിക്കൂർ 2:30 തൊട്ട് 3 വരെ ഈ സമാധിയെക്കുറിച്ച് വളരെ മ്ലേച്ഛമായ, വളരെ നിന്ദ്യമായ, ഈ സമാധിസ്ഥൻ്റെ കുടുംബത്തെ ആകമാനം ആക്ഷേപിക്കുന്ന വിധത്തിലുള്ള കമൻസാണ് ഇതിൽ കൂടെ വന്നുകൊണ്ടിരുന്നത്. ഒരാൾ പറയുന്നു, ചെറുക്കന്മാർ രണ്ടും കൂടെ ചേർന്ന് അയാളെ അടിച്ച് കൊന്ന് ചുരുട്ടി അതാ വച്ചേക്കണേ സമാധി എന്ന് പറയുന്നു. വേറൊരു സ്ത്രീ പറയുന്നു, ഞാൻ തൊട്ടാണ് താമസിക്കുന്നത്, കട കടന്ന് അയാൾ വിളിക്കുന്ന നിലവിളി കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഞാൻ കേൾക്കുകയാണ്. പക്ഷെ അവിടെ പോയപ്പോൾ മനസ്സിലായി ആ പരിസരത്തേ വീടില്ല. അതായത് ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിന്റെ പരിസരത്ത് മറ്റു വീടുകളൊന്നും ഒന്നുമില്ല. അപ്പോൾ ഒന്ന് ഉറച്ച് വിളിച്ചാൽ പോലും കേൾക്കത്തക്ക വിധത്തിലുള്ള ദൂരത്ത് വീടില്ല. എന്തിനാണ് ഈ പച്ചക്കള്ളങ്ങൾ എഴുന്നള്ളിക്കുന്നത്? എന്നിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലോക്കൽ നേതാവ് അദ്ദേഹം പറയുന്നത് ഇത്രയും യുക്തിയും ബുദ്ധിയൊക്കെ വളർന്ന ഈ കാലത്ത് ഇത്രയും പ്രാകൃതമായതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുകയാണ്. അതിൽ ഞാൻ നോട്ട് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ശരിക്ക് ക്രൈസ്തവരുടെ പ്രശ്നമാണെങ്കിൽ ക്രൈസ്തവരാണ് അത് ഇടപെട്ട് പരിഹരിക്കേണ്ടത്, മുസ്ലിങ്ങൾ ഇടപെട്ട് പരിഹരിക്കേണ്ടത്. ഇവിടെ ഒരു മാസ് പെറ്റീഷൻ കൊടുത്തു, അതിൽ 80% അഹൈന്ദവരായിട്ടുള്ള ആൾക്കാരാണ്. അതിനപ്പുറം ഞാനിത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് അഹൈന്ദവർ എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു നാട്ടിലെ ജനങ്ങൾ അല്ലെങ്കിൽ അയൽക്കാർ എന്ന് നമുക്കതിനെ കരുതിക്കൂടെ? കരുതാം, പക്ഷേ തെറ്റില്ല. പക്ഷേ ഔചിത്യം നിലയ്ക്കുന്നുണ്ട്. നമ്മുടെ ചില അതിർവരമ്പുകൾ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. വേറൊരാളുടെ മതവികാരത്തെ വ്രണപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് ഒരു നിയമവും അധികൃത നിയമവുമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു സമുദായത്തിൽപ്പെട്ട ഒരു ആധ്യാത്മികമായ ഒരു പന്ഥാവ് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തി ഒരു സമാധിഗതിയെ പ്രാപിച്ചു എന്ന് പറയുന്നൊരവസ്ഥ ചില വ്യക്തി താല്പര്യം വെച്ച്, നിക്ഷിപ്ത താല്പര്യം വെച്ച് അതിൻ്റെ പ്രത്യേക ആംഗിളിൽ കൂടി ചിത്രീകരിച്ചുകൊണ്ട് അവമാനിക്കാനുള്ള ശ്രമം നടത്തിയത്. അതിന് ഞാൻ ഇൻസിഡൻസ് പറയാം. ഒന്ന്, അതിൽ വിശ്വംഭരൻ എന്നൊരു വ്യക്തി ഏഷ്യാൻ ന്യൂസിലൊക്കെ അവർ ഡയറക്റ്റ് ഫോണിൽ വിളിച്ച് സംസാരിച്ചതാണ്. ആ വ്യക്തി ഇവരുടെ ബന്ധുക്കൾ എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. ആ വ്യക്തി ഇവരുടെ ബന്ധുക്കൾ പോയിട്ട് ഇവരുടെ സമുദായത്തിൽപ്പെടുന്ന ആളേ ഇല്ല. അയാളാണ് ഏറ്റവും വലിയ ദുരൂഹത ആരോപിച്ചതിൽ ഒരാൾ. മറ്റൊന്ന് പറയുന്നത്, ഇവരുടെ അധ്വാനിച്ചുള്ള പണം സ്വരൂപിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു 60-70 മീറ്റർ അകലെ ഒരു സ്ഥലം വാങ്ങിയിട്ട് നാഗപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ തന്നെ നാഗപ്രതിഷ്ഠ നടത്തിയ അവസരത്തിൽ ആ പ്രതിഷ്ഠ പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മാസ് പെറ്റീഷൻ പോയി നേരിട്ട് നഗരസഭയ്ക്ക്. അതിന് വളരെ ഒരു ബിഫിറ്റിംഗ് റിപ്ലൈ ഗോപൻ സ്വാമി കൊടുത്താലും ഞാൻ കണ്ടു, മക്കളെന്നെ കാണിച്ചു. അതിനുശേഷം നഗരസഭ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനില്ല, നിങ്ങൾ കോടതിയെ സമീപിച്ചതേ പരിഹാരം തേടുമെന്ന് പറഞ്ഞ് ഒരാളും പിന്നെ പരിഹാരം തേടാൻ വേണ്ടി പോയിട്ടില്ല. മൂന്നാമതൊരു കാര്യം എന്ന് പറയുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊന്ന് അവിടെ അറിഞ്ഞ വിധത്തിലാണ്, ഒരു 25 വർഷത്തോളം വരും അവിടെ ഒരു ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ആ കോൺഫ്ലിക്റ്റിൽ അന്നത്തെ DSP ആയിരുന്ന നേരത്തെ DSP ശ്രീ രാജശേഖരൻ നായർക്ക് വെട്ടേറ്റിട്ടുണ്ട്. അതിൽ 2 ഭാഗത്തും പ്രതികളുമാണല്ലോ. ഇങ്ങനെ പൂജ്യം കാര്യം കൊണ്ടിരുന്ന ഈ വ്യക്തിയും പിടിച്ച പ്രതിയാക്കി ഇദ്ദേഹം 10-30 ദിവസം കടന്നു. അല്ല, അന്ന് മുതലേ ഈ ഗോപൻ എന്ന് പറഞ്ഞ വ്യക്തി പൂജയും ഭക്തിയുമായിട്ട് ജീവിക്കുന്ന ആളായിരുന്നു. അതെ, ചെറുപ്പം വെച്ചാൽ അദ്ദേഹം വിവാഹിതനാവുന്നതിന് മുമ്പും ജോലി ചുമട്ട് തൊഴിലാളിയായിട്ട് ജോലി പ്രവർത്തിക്കുന്ന അവസരത്തിൽ വിവാഹിതനായ സമയത്തും അതിനുശേഷവും ഈ പന്ഥാവിൽ കൂടെയാണ് പോകുന്നത്.
ഈ ആരാധന അതോടൊപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രാണധ്യാന ആ മാർഗങ്ങളിൽ കൂടെയൊക്കെയാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ അതായത് ഈ വെട്ടുകേസ് എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ പ്രതിയെ ഉണ്ടാക്കാനായി അന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണെന്നാണ് താങ്കൾ പറയുന്നത്? അല്ല, വെട്ട് സംഭവം ഉണ്ടായി. അപ്പോൾ അവിടെ അദ്ദേഹം പ്രതിയാക്കപ്പെട്ടു പർപ്പസ്ഫുൾ ആയിരിക്കും എന്നാണ് താങ്കൾ പറയുന്നത്. അതെ. അപ്പോൾ അതുമാത്രമല്ല, ഈ അമ്മയെ ഞാൻ കണ്ടു. അമ്മ എന്ന് പറയാം, പ്രായമനുസരിച്ച് അമ്മ എന്ന് പറയേണ്ട കാര്യമില്ല. നമ്മുടെ സ്ത്രീകളെ ബഹുമാനിക്കുമ്പോൾ ആരെയും അമ്മ എന്ന് പറയാം, ആവത്ത് ഞാൻ പറയാം. അപ്പോൾ അമ്മ പറഞ്ഞത് മാത്രമേ അവരെ സംശയമുള്ളവർ പോയി കാണണം. അവർ ശിവോഹം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജീവിക്കുന്നൊരു വ്യക്തിയാണ്. പിന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ മറ്റ് വിവാഹ ജീവിതത്തിന് ശേഷം പൂർണ്ണമായിട്ടും ഈ ഭർത്താവിൻ്റെ ഈ ഒരു ഈശ്വരീയ മാർഗത്തിൽ അവർ സ്വീകരിച്ചു. അവരെന്നോട് പറഞ്ഞു പല അവസരങ്ങളിലും അവർ പിന്നെ നാടാർ കമ്മ്യൂണിറ്റിയാണ്, നാടാർ ഹിന്ദുവാണ്. അപ്പോൾ ഈ നാടാർ കമ്മ്യൂണിറ്റി കേരളത്തെ സംബന്ധിച്ച് ഭൂരിപക്ഷം ഇന്ന് ക്രിസ്ത്യൻസാണ്. അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവും തോന്നുന്ന അവസരങ്ങളിൽ ഈ അവരുടെ ബന്ധുക്കളായിട്ടുള്ള ക്രിസ്ത്യൻസ് തന്നെ വരും. നിങ്ങൾ മാത്രം എന്തിനാ ഹിന്ദുവായിട്ട് നിൽക്കുന്നു, നിങ്ങൾ മതപരിവർത്തനം ചെയ്ത് വരുമോ, എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തരാം. അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ഈശ്വരൻ അവർക്ക് കൽപ്പിച്ച് നൽകിയ ഒരു ജീവിതം, അത് വിഷമമുണ്ടാക്കുന്നത് ആണെങ്കിലും സാമ്പത്തികമായ പരാധീനമുള്ള ആണെങ്കിലും ചുമട്ടുതൊഴിലാളി ആയിക്കൊണ്ട് വീട്ടിനെ നയിച്ചു പോയ ഒരാളായിരുന്നു ആ വ്യക്തി. ഇന്ന് ആ കുടുംബം കഴിയുന്നത് മൂത്ത മകന് 6-7 പശുക്കൾ വളർത്തുന്നുണ്ട്. അതിൽ നിന്നുള്ള വരുമാന മാർഗ്ഗം കുടുംബത്തിനുള്ള. ഇളയ മകൻ വിധിയാമണ്ണമുള്ള താന്ത്രിക വിദ്യാപീഠം, അതായത് ശ്രീ മഹേഷ് നമ്പൂരി സ്ഥാപിച്ചിട്ടുള്ള പുതുമന മഹേഷ് നമ്പൂരി സ്ഥാപിച്ചിട്ടുള്ള താന്ത്രിക വിദ്യാപീഠത്തിൽ പോയി പഠിച്ചിട്ട് താന്ത്രിക അഭ്യാസം നേടിയിട്ട് അങ്ങനെ പൂജാരി ആയിക്കൊണ്ട് ഈശ്വരൻ്റെ പൂജ ചെയ്യുന്നു. ഇതാണ് അവരുടെ പശ്ചാത്തലം. പിന്നെ പക്ഷേ താങ്കൾ നിയമം പഠിച്ചൊരു വ്യക്തിയാണ്, കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ്. അതുകൊണ്ട് തന്നെ ചോദിച്ചോട്ടെ, യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ സമാധിയായിരിക്കാം, അതേക്കുറിച്ച് പറയാൻ എനിക്ക് അതേക്കുറിച്ചുള്ള അറിവില്ല. എങ്കിൽ പോലും ഒരു സമാധി ആയിക്കോട്ടെ, ഒരു മരണം നടന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്, ദേഹവിയോഗം സംഭവിച്ചുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അത് അയൽക്കാരെ അറിയിച്ചില്ലെങ്കിലും പോലീസിനെ അറിയിക്കാനുള്ള ഒരു ബാധ്യത ആ കുടുംബത്തിനില്ലേ? വളരെ ഒരു വിഷയങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു. വളരെ പ്രസക്തമാണ് ഈ ചോദ്യം. ധാരാളം പേര് അറിഞ്ഞുകൊണ്ടും അറിയാതെയും അവർ നടത്തുന്ന ദുഷ്പ്രചരണങ്ങൾക്ക് കുടപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാദഗതിയും കൂടെയാണ്. അപ്പോൾ അത് വ്യക്തമാക്കപ്പെടേണ്ടതുണ്ട്. സാധാരണ വീട്ടിൽ നടക്കുന്ന ദേഹവിയോഗങ്ങൾ പോലീസിനെ അറിയിക്കേണ്ട കാര്യമില്ല. ഇനി പിന്നെ ഒരു ഗോപ്യമായ വിധത്തിൽ ഒരു മർദ്ദം സംഭവിക്കാനേ ഒട്ടും അറിയിക്കില്ല, പുറത്തു പോലും അറിയില്ല. അപ്പോൾ അങ്ങനെ രഹസ്യമായിട്ട് സംസ്കരിക്കപ്പെട്ടു, അതുകൊണ്ട് ദുരൂഹ മരണം എന്നതാണ് ആരോപിച്ച വ്യക്തികൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ചില കാരണങ്ങളാൽ ഇദ്ദേഹത്തോടും കുടുംബത്തോടും വിരോധത്തിൽ കഴിയുന്ന വ്യക്തികളും അവരുടെ പ്രേരണയാലും നിരപരാധികളെ കുറേ പേര് വന്നതുമാണ്. അപ്പോൾ ഇതിൻ്റെ ദുരൂഹതയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ നാടാർ ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവരുടെ ഈ രണ്ടുപേരെ സമാധിയായ മഹാത്മാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുടെയും ബന്ധുക്കൾ ഏകദേശം പൂർണ്ണമായും നാടാർ സമുദായമാണ്, പക്ഷേ ക്രിസ്ത്യൻസാണ്. അവർ ഈ ഒരു കാര്യം ദേഹവിയോഗം അറിഞ്ഞുകൊണ്ട് വന്നെത്തിയെന്നിരിക്കട്ടെ, അവർ പള്ളിയുടെ രീതിയിൽ സംസ്കരിക്കാൻ വേണ്ടി ആയിക്കോട്ടെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അവിടെ മുൻഗണനയുള്ളത് ഭാര്യയ്ക്കും മക്കൾക്കുമാണ്. അതെ. അതോടൊപ്പം നമുക്ക് ആ വിഷയം മാറ്റിവെക്കാം. എങ്കിൽ പോലും എൻ്റെ ചോദ്യം അതല്ല. എൻ്റെ ചോദ്യം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ, ഒരു മരണം ഉണ്ടായപ്പോൾ, അത് ഞങ്ങളുടെ അച്ഛൻ ഇതുപോലെ മരണപ്പെട്ടു, അദ്ദേഹത്തിന് ഇത് സമാധിയാണ് താല്പര്യം, അതുകൊണ്ട് ഞങ്ങളിത് പോലീസിനെ അറിയിക്കുന്നു, അത് നിയമപരമായിട്ട് അതല്ലേ ശരി? അല്ലെ, സമാധി എന്ന് പറയുന്നത് സാറിന് മരണം എന്ന് പറയുന്നത് സമാധി തമ്മിലുള്ള വ്യത്യാസം ഞാൻ ആദ്യമായിട്ട് ഞാൻ ചില ചാനലിൽ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്തായാലും ദേഹവിയോഗമാണ്. ദേഹവിയോഗം നടത്തുന്ന നോർമലക്കാർ ദുരൂഹമായ സാഹചര്യത്തിൽ ഇപ്പം ഈ പല കുടുംബത്തിനകത്തും ദുരൂഹമായ മരണം സംഭവിക്കുമ്പോൾ ആ കുടുംബത്തിൽ തന്നെ ഉള്ളവരോ ബന്ധുക്കളോ ആണ് ഈ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇവിടെ അവർ രഹസ്യമായിട്ട് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് അവരുടെ അച്ഛൻ്റെ നിഷ്കർഷത മൂലമാണ്. കാരണം അവരുടെ ബന്ധുക്കൾ ഒരുമിച്ച് കൂടിയാൽ അവർ ക്രിസ്ത്യൻസാണ്, അതിൻ്റെ ആചാരവിധി പ്രകാരം കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇനി അഥവാ ഹിന്ദുക്കളായിട്ടുള്ളവർ, മറ്റേ സമുദായങ്ങൾ, നായർ സമുദായമുണ്ട്, ഈഴവ സമുദായമുണ്ട്, മറ്റേ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഉണ്ട്, ഇങ്ങനെ പലരും ഉണ്ട്, അവർ ഒരുമിച്ച് കൂടുന്നിരിക്കട്ടെ, ആ ശരീരത്തെ ദഹിപ്പിക്കാൻ വേണ്ടിയായിരിക്കും മുൻകൈ എടുക്കുന്നത്. അതേസമയം പിന്നെ ഉള്ളത് മുസ്ലിം സമുദായമാണ്. അവരെ സംബന്ധിച്ച് അവർ എങ്ങനെ ദഹിപ്പിക്കുന്നു, എങ്ങനെ ചെയ്യുന്ന കാര്യത്തിൽ അവർ ഇൻട്രസ്റ്റ് എടുക്കാൻ സാധ്യതയുമില്ല. അല്ല, സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഞാനായിക്കോട്ടെ, അല്ലെങ്കിൽ താങ്കളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ആയിക്കോട്ടെ, നമ്മൾ ജീവിക്കുന്നു, നമുക്കൊരു മരണം സംഭവിക്കുന്നു, ചിലപ്പോൾ ഒരു അറ്റാക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ വീട്ടിൽ വെച്ച് മരണപ്പെടുന്നു. ഈ വീട്ടിൽ വെച്ച് മരണപ്പെടുമ്പോൾ
നമ്മുടെ കുടുംബം വിചാരിക്കുന്നു ഇത് വേണ്ട, ഇതൊന്നും ആരെയും അറിയിക്കണ്ട എന്ന് കരുതുന്നു. അല്ല പോട്ടെ, നമ്മൾ എവിടെയെങ്കിലും ഒരു ആരോടും പറയാതെ യാത്ര പോകുന്നു. കുറച്ച് കാണാതെ വരുമ്പോൾ നമ്മളുമായിട്ട് സഹകരിക്കുന്നവർ, താങ്കളായിരുന്നാൽ പോലും താങ്കളുടെ ഓഫീസിലെ ജീവനക്കാർ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കളൊക്കെ സ്വാഭാവികമായിട്ടും അന്വേഷിക്കും. ആ ഒരു സംഭവമല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത്? അല്ല, അവർ അന്വേഷിച്ചപ്പോൾ അതിൻ്റെ റിപ്ലൈ കൊടുത്തല്ലോ അവർ. പക്ഷേ മീഡിയകൾ കവർ ചെയ്തില്ലെന്നേ ഉള്ളൂ. അവർ പറഞ്ഞു ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത് ഏത് വിധത്തിലാണ് ഞങ്ങൾ എനിക്ക് സമാധിയിരിക്കാൻ സമയമായി, ആ സമാധി ഇന്ന വിധത്തിൽ ചെയ്യണമെന്ന് അദ്ദേഹം നിഷേധിച്ചു. അത് മാത്രമല്ല, ആ ക്ഷേത്രം വർഷങ്ങൾക്ക് മുമ്പ് പ്രതിഷ്ഠ നടക്കുന്ന അവസരത്തിൽ തന്നെ അദ്ദേഹത്തിന് സമാധി ഇരിക്കാനുള്ള എയർ ടൈറ്റും വാട്ടർ ടൈറ്റും ഉള്ള കമ്പാർട്ട്മെൻറ്റ് റെഡിയാക്കിയിട്ടിരുന്നു. അതുമാത്രമല്ല, ഈ സമാധിയുടെ മുകളിൽ സ്ഥാപിക്കേണ്ട ശിലയെ നപുംസക ശില എന്നാണ് പറയുന്നത്. അത് ഈ വിഗ്രഹം കൊണ്ടുവരുന്ന കൂട്ടത്തിൽ തന്നെ സ്ഥലത്തിൻ്റെ തമിഴ്നാട്ടിൽ സ്ഥലം ഉണ്ടല്ലോ, വിഗ്രഹം തയ്യാറാക്കുന്ന സ്ഥലം, അവിടുന്ന് തന്നെ നപുംസക ശില വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവച്ചിരുന്നു. എന്നിട്ട് മക്കളോട് പറഞ്ഞു, നിങ്ങളിത് പുറത്തിറക്കുകയാണെങ്കിൽ നിങ്ങളും അമ്മയും നിങ്ങളുടെ ഭാര്യമാരും മാത്രമേ ഉള്ളൂ, ഒഴിച്ച് ബാക്കി എല്ലാവരും പല വിധത്തിലുള്ള ആൾക്കാർ പല അഭിപ്രായം പറയും. നിങ്ങൾക്ക് സ്വച്ഛമായിട്ട് സമാധാനമായിട്ട് ഈ സമാധി യഥാവിധിയുള്ള പൂജകൾ നടത്തി പൂർത്തിയാക്കാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് പൂജാവിധികൾ നടത്തുന്നത്, എങ്ങനെയാണ് സമാധി ഇരുത്തേണ്ടത്, ആ ഭസ്മം പൂജാദ്രവ്യങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞത് നിങ്ങൾ സമാധി ഇരുത്തൽ പൂർത്തിയാക്കിയ ശേഷം പുറത്തറിയിച്ചോളൂ എന്ന് പറഞ്ഞു. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹം സമാധി ആകും എന്നുള്ള കാര്യം ഗോപൻ സ്വാമിക്ക് അറിയാമായിരിക്കണം അല്ലേ? അങ്ങനെയാണ് താങ്കൾ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ ഇപ്പോൾ സമീപകാലത്തെ കേരളത്തിലെ പല സംഭവങ്ങളും നമുക്ക് എടുത്തു നോക്കിയാൽ അറിയാം. കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇലന്തൂർ സംഭവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും താൻ സമാധിയാകാൻ പോകുന്നു എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ ഉറപ്പ് ഗോപൻ സ്വാമിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇത് മറ്റുള്ളവരെ അറിയിക്കേണ്ടതല്ലേ? അറിയിച്ചിട്ട് അവരുടെ സാന്നിധ്യത്തിൽ, അതായത് ഇപ്പോൾ നമ്മുടെ പല മഹാന്മാരും മുൻപ് സമാധിയായ ചരിത്രമുള്ള ഒരു നാടാണ് നമ്മുടെ. അപ്പം അത്തരത്തിലൊരു രീതി എന്തുകൊണ്ട് അദ്ദേഹം അവലംബിച്ചില്ല? അല്ല, അവിടെ സംബന്ധിച്ച് ഈ കുടുംബം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു കുടുംബമാണ്. ചുറ്റും എന്ന് പറയുന്നത് കൂടുതലും മുസ്ലിം സമുദായങ്ങളാണ് അവിടെ കൂടുതലുള്ളത്. അവരുടെ സ്വന്തം ഇപ്പം സാധാരണ ഏത് ഇപ്പം ഞാൻ നായർ സമുദായമാണ്, എനിക്ക് എൻ്റെ സമുദായത്തിൻ്റെ സപ്പോർട്ട് കിട്ടും. അല്ലെങ്കിൽ എൻ്റെ കുടുംബാംഗങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ മക്കൾ മാത്രമല്ല, മറ്റുള്ള ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടും ഒരു കാര്യത്തിന് വേണ്ടി. ഇവിടെ ആറിൻ്റെ സപ്പോർട്ട് കിട്ടില്ല എന്ന് മാത്രമല്ല, ഈ സമാധിക്ക് എതിരായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ സമാധി യഥാവിധി പൂർത്തിയാക്കണമെന്ന് നിഷ്കർഷിച്ചു. ആ മക്കളെ സംബന്ധിച്ച് തങ്ങളുടെ അച്ഛൻ എത്ര കാലമായിട്ട് അവർ കാണുന്ന കാലം മുതൽ ഈ ഒരു ഈശ്വരീയ ബന്ധാവിൽ കൂടി ജീവിക്കുകയാണ്. അപ്പോൾ അത് അവർ ആപ്തവാക്യമായിട്ട് സ്വീകരിച്ചുകൊണ്ട് അവരത് ചെയ്തു. ഇന്ന് മനസ്സിലായല്ലോ, എല്ലാവർക്കും ദുരൂഹതയൊക്കെ മാറിയല്ലോ, എന്താണ് സംഭവിച്ചതെന്ന്, അവിടെ വേറെ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടില്ല എന്നൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായി. അങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അതെന്തോ ആയിക്കോട്ടെ, ആ മരണം ഏത് രീതിയിലുള്ളതായിക്കോട്ടെ, ഒരു മർഡർ പോലും ആയിക്കോട്ടെ എന്ന് ഞാൻ ഒരു ഉദാഹരണമായി പറയുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഒരു നോട്ടീസ് കൊടുത്ത് അവരുടെ ഒരു വിശദീകരണം കേൾക്കേണ്ട ബാധ്യത ഭരണകൂടത്തിനുണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം വെച്ചാൽ ഇപ്പം നമ്മുടെ വീട്ടിലെ മരത്തിൻ്റെ ചില്ല അടുത്ത വസ്തുവിലേക്ക് നീണ്ടു കിടക്കുന്ന മുറിക്കണമെന്ന് പറഞ്ഞാൽ പോലും പഞ്ചായത്തിൽ നിന്ന് നോട്ടീസ് തരും. അല്ല, ചില്ല മുറിക്കുന്നതും ഇതിനൊക്കെ തീക്ഷ്ണമല്ലേ അത്? ചില്ല മുറിക്കുന്നതിന് പോലും നോട്ടീസ് കൊടുക്കും. ഇവിടെ ഒരു ഡെഡ് ബോഡി എന്ന് പറഞ്ഞാൽ പോലും ഡെഡ് ബോഡിയെ അവഹേളിക്കാൻ പാടില്ല എന്നുള്ള നിയമം ലിഖിതമായി തന്നെ നിൽക്കുന്ന നാടാണ്. ഡെഡ് ബോഡിയെ ഒരാൾ അവമാനിക്കുന്നവരുടെ അയാൾക്കെതിരായിട്ട് നടപടിയെടുത്തുള്ള ജയിലാണെങ്കിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തി ഇവർക്ക് നോട്ടീസ് കൊടുത്ത് അവരുടെ വിശദീകരണം കിട്ടിയതിന് ശേഷം മാത്രം അതാണ് വ്യക്തത പറഞ്ഞത്. RDO ആണ് ഒരു ഉത്തരവിടേണ്ടത്. RDO എന്താണ് ചെയ്യേണ്ടത്? രണ്ട് ഭാഗവും കേൾക്കണം. അവരുടെ രണ്ട് ആർഗ്യുമെന്റ്സ് 1, 2, 3 ആർഗ്യുമെന്റ്സ് നോട്ട് ചെയ്യണം. നോട്ട് ചെയ്തിട്ട് ഓർഡറിൽ RDO ഡിസ്കസ് ചെയ്യണം. ഇന്ന കാരണങ്ങളാൽ കുടുംബം പറയുന്ന സമാധി എന്നുള്ളത് ഞാൻ ഇന്ന വിശദീകരിക്കണം. അവിടെ വെറുതെ അങ്ങ് എഴുതിയാൽ പോരാ. ഇന്ന കാരണങ്ങളാൽ ഞാൻ നിരാകരിക്കുന്നു. അതുകൊണ്ട് ഞാനിത് ദുരൂഹ മരണം എന്ന നിലയ്ക്ക് ഒരു തീരുമാനത്തിൽ എത്തുമെന്ന് എഴുതണം. അത് ഈ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം അവരാ ഭാഗം കേട്ട് എഴുതി കഴിഞ്ഞാൽ RDO പൊന്നുതമ്പുരാനില്ല, ചിത്രരഥ മഹാരാജാവില്ല. RDOയുടെ ഉത്തരവ് അപ്പീലബിളാണ്. എന്തിന് നമ്മുടെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് വന്നാൽ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുക്കാം. സുപ്രീം കോടതിയാണെങ്കിൽ അവിടെ ഉത്തരവ് വന്നാൽ ലാർജർ ബെഞ്ചിലേക്ക് അപ്പീൽ കൊടുക്കാം. അപ്പോൾ RDOയുടെ ഇതും അപ്പീലബിളാണ്. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് അന്ന് പറഞ്ഞൊരു കാര്യം, പൊളിക്കണമെന്നാണല്ലോ നിങ്ങളുടെയൊക്കെ ആവശ്യം. ഇതിവിടെ തന്നെ ഉണ്ട്. സമാധാനം നിൽക്കും. ഇന്ന് പൊളിക്കാം,
നാളെ പൊളിക്കാം, ഒരാഴ്ച കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് പൊളിക്കാം. പക്ഷേ അതിനിടയ്ക്ക് നിങ്ങൾ ഈ വിശ്വാസത്തിലെടുക്കേണ്ട വിശ്വാസത്തിലെടുക്കുമോ? അവർക്ക് പറയാനുള്ളത് കേൾക്കുമോ? കേട്ടതിന് ശേഷം നിങ്ങളുടെ തീരുമാനം സ്പീക്കിംഗ് ഓർഡർ ഇറക്കുമോ? ആ ഓർഡറിന് വേണ്ടി അപ്പീൽ പോകാനുള്ള ചാൻസ് അവർക്ക് കൊടുക്കും. ഇല്ല, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഇതിപ്പോൾ താങ്കൾ സംസാരിച്ച് വന്ന കൂട്ടത്തിൽ എനിക്ക് ചോദിക്കുന്നതാണ്. അതായത് ഈ ഒരു മരണം ഗോപൻ എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. ഇത് മറ്റൊരു ന്യൂനപക്ഷ നാമധാരിയുടെ ഖബറോ മറ്റോ ആയിരുന്നെങ്കിൽ അതിന് നമ്മുടെ ഭരണകൂടം ഇങ്ങനെ തയ്യാറാകുമായിരുന്നു? ഒരിക്കലും തയ്യാറാവില്ല. ഇപ്പോൾ ക്രിസ്ത്യാനിയുടെ ആണെങ്കിൽ പോലും ക്രിസ്ത്യാനിയുടെ ആണെങ്കിൽ ഏത് സഭയെന്ന് അന്വേഷിക്കും, ആ സഭയുടെ ആ സ്ഥലത്തെ ഇടവകയെന്ന് അന്വേഷിക്കും, അവിടുത്തെ പ്രീസ്റ്റിനെ കാണും, ആ സഭാവാസികളുടെ സഭാസമിതിയുടെ ഡിസ്കഷൻ നടത്തും, അവരുടെ നിർദ്ദേശം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് മാത്രമേ അവർ പറയണേ അല്പം സാവാസം കൊടുക്കും ഭരണകൂടം. അല്ലെങ്കിൽ അവർക്ക് പിന്നെ കുടുംബം പറഞ്ഞ് കേൾക്കും, അത് കേൾക്കും. അത് മുസ്ലിമിൻ്റെ കാര്യത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് പറയാനും വേണ്ട. അപ്പോൾ ഈ വിധത്തിൽ ഇവിടെ ഹിന്ദുക്കൾക്ക് അവരുടെ ദേഹോപയോഗം നടന്ന കുടുംബത്തിൽ അവർക്ക് എന്ത് പറയാനുള്ളതെന്ന് കേൾക്കണമെന്നുള്ളത് പോട്ട് വന്ന് നേരെ ഇടിക്കാൻ പോവുകയാണ്. ആ കുടുംബത്തെ എന്ത് പറയാൻ, ഞങ്ങൾ ഇന്ന ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണ്, നിയമപരമായിട്ട് ഞങ്ങൾക്ക് എല്ലാം റൈറ്റ് ഉണ്ട് എന്തെങ്കിലും പറയണ്ടേ. അപ്പോൾ പിന്നെ അല്ല സാറേ എന്താണ് ഇത് അങ്ങനെ ഇടിക്കാൻ, അതിങ്ങനെ കുറച്ച് പേർ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് കംപ്ലയിൻ്റ് സാഹചര്യം മനസ്സിലാക്കി അങ്ങനെയല്ല, അവർ ഇന്ന ആൾക്കാർ കംപ്ലയിൻറ്റ്, അവർക്ക് ഇന്ന ഉദ്ദേശമുണ്ട്, അവർ നിരന്തരം ഈ കുടുംബത്തോട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഗൃഹനാഥനോട് ഈ സമാജത്തിനോട് ഒരു എനിമിറ്റി കീപ്പ് ചെയ്തവരാണ് എന്ന് പറയാനുള്ള അവസരം കൊടുക്കണ്ടേ? ഇതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഇനിയിപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ട് പറയുന്നത് അത് ലോകം മുഴുവനുള്ളതാണ്. നിയമം ഏതായാലും ശരി, ബൈ അപ്ലൈയിങ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. നാച്ചുറൽ ജസ്റ്റിസിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഏത് തീരുമാനം 2 ഭാഗം കേട്ട മാത്രം തീരുമാനിക്കുക. ഏകപക്ഷീയ തീരുമാനം പാടില്ല, ന്യായമല്ല. ദാറ്റ് ഈസ് വോയിഡ് ബിഫോർ, പിന്നെ നിയമത്തിനൊരു വോയിഡാണത്. ഇനിയിപ്പോൾ ഇത്രയും സംഭവിച്ചു. അതിനുശേഷം ഗോപൻ സ്വാമിയുടെ സമാധി പൊളിച്ചു, പോസ്റ്റ്മോർട്ടം നടത്തി, വീണ്ടും അവിടെ സമാധി ഇരുത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വിശ്വസിക്കപ്പെടുന്ന ഒരു പവിത്രത നഷ്ടപ്പെട്ടിട്ടില്ലേ? തീർച്ചയായിട്ടും ആ കുടുംബാംഗങ്ങളെയും അതുപോലെ സമാധിയുടെ മാഹാത്മ്യം അറിയാവുന്ന എന്നെ പോലെയും ഉള്ളവരെയും വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സംഭവം കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിലോ ലോകത്തിലോ ഒരിക്കലും ആവർത്തിക്കാൻ കഴിയാത്ത തരത്തിൽ ഇത്തരം സംഭവങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഗൈഡ്ലൈൻസ് ഇറക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഗൈഡ്ലൈൻസ് ഇറക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഹൈക്കോടതി സമീപിക്കേണ്ടതുണ്ട്. പക്ഷേ അവിടെയും മറ്റൊരു പ്രശ്നം ഉദിക്കുന്നുണ്ട്. അതായത് ഇത്തരം സംഭവങ്ങൾ അത് ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ, ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ തന്നെ, ഞാനും ഒരു ഹിന്ദു ആണ്, ഹിന്ദു കമ്മ്യൂണിറ്റി തന്നെ തെറ്റായ സന്ദേശം നൽകുകയില്ലേ ഇതുപോലെയുള്ള ഈ സമാധി അല്ലെങ്കിൽ ഇതുപോലെയുള്ള നടപടികൾ? അതായത് നമ്മളിപ്പോൾ നമ്മുടെ പല വീട്ടിൽ നടക്കുന്ന പല ചടങ്ങുകളും സ്വകാര്യതയിലേക്ക് വരുന്ന ഒരു സംഭവമാണ്. പല ചടങ്ങുകളും സ്വകാര്യമാക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്, വളരെ അടുത്ത ബന്ധുക്കളെ ഒക്കെ വിളിച്ചിട്ട്. അതുപോലെ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ച് വരുമ്പോൾ ഇപ്പോൾ തന്നെ പലർക്കും സമയമില്ല, പല മക്കളൊക്കെ വിദേശത്തും അവിടെയും ഇവിടെയും ഒക്കെ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു ഇനി മരണം പോലെയുള്ള ഇത്തരം ചടങ്ങുകളും സ്വകാര്യമാക്കാനുള്ള ഒരു പ്രവണത, അതുപോലെ പലർക്കും ഇത്തരത്തിലുള്ള ഒരു സമാധി പോലെയുള്ള നടപടികളിലേക്ക് പോയി മരണം വരിക്കാനുള്ള ഒരു ടെൻഡൻസി ഇതൊക്കെ ഉണ്ടാവാറില്ലേ? അത് ഒരു സമൂഹത്തിന് ഒരു തെറ്റായ സന്ദേശമല്ലേ? ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. നേരത്തെ പറഞ്ഞത് തന്നെ അതുകൊണ്ട് ഉദാഹരണമായിട്ട് ഇവിടെ ഏറ്റവും സംഘടിതമായ വിധത്തിൽ ധ്യാന പ്രാണായാമ മാർഗങ്ങളിൽ കൂടെ ജീവനെ പരിധി വരുത്തി സമാധിസ്ഥനാവുക എന്നുള്ള ആ ഒരു പ്രക്രിയ, അതിനുവേണ്ടി പരിശീലനം ചെയ്യുന്ന സംഘടിതമായി ചെയ്യുന്നത് കാലബാർ സ്വാമി എന്നറിയപ്പെടുന്ന സിദ്ധസമാജ സ്ഥാപകരായുള്ള സ്വാമി ശിവാനന്ദ പരമഹംസ സർ, അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലാണ്. അതിൻ്റെ വടകരയാണ് ഹെഡ് ഓഫീസ്. ഈ കാട്ടാക്കട ഉൾപ്പെടെയുള്ള 5 ബ്രാഞ്ച് ആശ്രമങ്ങളുണ്ട്. അവർ അധ്വാനിച്ച് ഒന്നീ കൃഷി ചെയ്യുന്നു അല്ലെങ്കിൽ മരുന്നുണ്ടാക്കുന്നു, അതിൽ കൂടെയാണ് ഉപജീവന മാർഗം. പക്ഷേ അവർ 27 മണിക്കൂർ 8 മണിക്കൂർ പ്രാണായാമ ധ്യാനത്തിന് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. അവരെല്ലാം അതൊരു വേറെ ആംഗിളാണ്. വേറെ ദിവസം ഉണ്ടെങ്കിൽ സമാധിയെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം, എങ്ങനെയാണെന്നുള്ളത് ചർച്ച ചെയ്യാം. അത് അതെ മാറ്റിവെക്കാം, ജനങ്ങൾ അറിയേണ്ടതുമാണത്. അപ്പോൾ ഇങ്ങനെയും അപ്പോൾ നേരത്തെ ഇദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ജനങ്ങളെ അറിയിച്ചാണ് ചെയ്യേണ്ടതെന്നല്ലേ? തീർച്ചയായിട്ടും ജനങ്ങളെ അറിയിച്ചാണ് സാധാരണ ചെയ്യാറുള്ളതെന്ന്. ധാരാളം സമയം എൻ്റെ വീട്ടിൽ അപ്പോൾ സമാധി വൻ ജനക്കൂട്ടമായിരുന്നു അവിടെ. സാധാരണ ഒരു മന്ത്രിയുടെ ഒരു ഇല്ലാത്ത വിധം വൻ ജനക്കൂട്ടം, എല്ലാ നാനാ മതസ്ഥരായ ജാതി മതം, അപ്പോൾ ഒരു വൈദ്യൻ കൂടെയായിരുന്നു. അതൊരു എൻ്റെ അമ്മൂമ്മ ജനക്കൂട്ടത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ഇത് സമാധി ഇരുത്തുന്നതും ബാക്കിയെല്ലാം. അമ്മയുടേത് ജനക്കൂട്ടത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു. എല്ലാം അങ്ങനെ തന്നെ. താങ്കളും സമാധിയാണോ ആഗ്രഹിക്കുന്നത്? തീർച്ചയായും ഞാൻ എൻ്റെ ധ്യാന മാർഗം കൂടെ മുന്നോട്ട് പോകുന്നതാണ്. അത്ര എളുപ്പമൊന്നുമല്ല. ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ അതിനുവേണ്ടി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ
പിന്നെ നിലവിളക്ക് 5 തിരിയുള്ള നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ പ്രത്യേക ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അതിൽ മത്സ്യമാംസാദികളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ലഹരി പദാർത്ഥങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ മാർഗം സ്വീകരിക്കുന്നത്. അപ്പം ഇന്ന് സാധാരണയ്ക്ക് ഈ ലഹരി പദാർത്ഥങ്ങളും മത്സ്യമാംസങ്ങളും നിരാകരിച്ചുകൊണ്ട് പോകാതിനുള്ള പലർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി പിന്നെ പ്രത്യേക പ്രാണാചാര മാർഗമുണ്ട്. അതുപോലെയല്ലേ ബ്രഹ്മചര്യം ബ്രഹ്മചര്യം എന്ന് പറയുന്ന വേറൊരു കോൺസെപ്റ്റാണ്. ബ്രഹ്മചര്യം ഈ ലഹരി മരുന്ന് പോലെയും മദ്യപാനം പോലെയും പുകവലി പോലെയും ഒക്കെ ഈ ഒരു സന്യാസത്തിന് അല്ലെങ്കിൽ ഒരു ആത്മീയതയ്ക്ക് വേണ്ട ഒരു ഘടകമല്ലേ ഈ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് വിവാഹത്തിന് മുമ്പുള്ള അവസ്ഥയാണ്. അപ്പം ഇപ്പോൾ അതൊന്നുമില്ല. പക്ഷെ മുമ്പാണെങ്കിൽ നമ്മുടെ പൂർവികർ ഈ വിവാഹ ആകുന്നത് വരെ അവർ ഒരു കന്യാത്വം എന്ന് പറയുന്നത് പോലെ പുരുഷന്മാർ സ്വീകരിച്ചിരുന്നു. അതിനാണ് ബ്രഹ്മചര്യാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയാൻ ആത്മീയ മാർഗം, അത് അല്ലാത്ത തികച്ചും ലൗകികമായി ജീവിക്കുന്നവർക്കും ഈ തരത്തിലൊരാചരണമായിരുന്നു ബ്രഹ്മചര്യം. അങ്ങനെ ആ വിധത്തിലുള്ള ജീവിതത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ബ്രഹ്മചാരി ആവുക. അതിനൊരു ശ്ലോകം തന്നെയുണ്ട്. അത് ഈ പറയുന്നത് ശ്ലോകം ഓർമ്മ അതിൽ പറഞ്ഞു തന്നിട്ട് അല്പഭക്ഷണം ഭഗത്ധ്യാനം എന്ന് പറഞ്ഞാൽ ഇത് കൊക്കിൻ്റെ ധ്യാനം പോലെ കുറച്ചുറങ്ങുക, ഉണരുക, ജീർണ വസ്ത്രത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാതിരിക്കുക, അല്പാഹാരം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇതാണ് വിദ്യാർത്ഥി ലക്ഷണം എന്ന് പറയാറുണ്ട്. മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കില്ല അവർ. ലൗകികമായി കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കില്ല. അവർ പഠനത്തിൽ കേന്ദ്രീകരിക്കുക. പഠനം ഇന്നത്തെ പഠനം അല്ല അന്നുണ്ടായിരുന്നത്, ഗുരുകുല വിദ്യാഭ്യാസ രീതിയായിരുന്നു. അപ്പോൾ അത് ഇത്തരം കുറേ സംശയങ്ങളുണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നത് ഇത് ഞാൻ ഒന്നുകൂടെ പറയട്ടെ, അത്യപൂർവമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ടും അവർ ചുറ്റുമുള്ള കമ്മ്യൂണിറ്റി ഇവരൊരു പ്രത്യേക സമുദായത്തിലെ പ്രബലമായ വിഭാഗം ഹിന്ദുക്കളല്ലാത്തത് കൊണ്ടും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവർക്ക് രഹസ്യം ചെയ്യേണ്ടി വന്നത്. സമാധികളൊന്നും തന്നെ രഹസ്യമായിട്ടല്ല, പൂർണ്ണമായിട്ടും ഡേരായിട്ട് തന്നെ നാനാമതസ്ഥരായിട്ടുള്ള ജനങ്ങൾ കണ്ടുകൊണ്ടാണ് സമാധി ഇരുത്തുന്നത്. അതെ, അവിടെയാണ് ഈ വിഷയം വന്നത്. ഇപ്പൊ അവരുടെ വിശദീകരണം എന്ന് പറയുമ്പോൾ അവർക്ക് അയൽക്കാരും മറ്റുമായിട്ടുള്ള ശത്രുത, നിസ്സഹകരണം, ഇതൊക്കെ കൊണ്ടാണ് അവർ ഇത്തരത്തിൽ രഹസ്യമായ രീതിയിൽ ഈ ഒരു ചടങ്ങിലേക്ക് കടന്നതെന്നാണ് പറയുന്നത്. അത് അവരുടെ വാദം, നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. അപ്പം എന്തായാലും ഇതൊരു അന്ന് ഈ സംഭവത്തെ കൂടുതൽ വഷളാക്കിയത് എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളാണെന്ന് തോന്നുന്നു. അല്ലേ? മാത്രമല്ല ഞാൻ പറയാം, ഞാൻ വളരെ തോന്നുന്നു പ്രക്ഷുബ്ധമായിട്ട് സംസാരിച്ച സാഹചര്യമുണ്ട്. ജീവിതത്തിൽ ഞാൻ സംസാരിച്ചിട്ടില്ല. അതിന് എന്നെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് ഈ അഡ്മിനിസ്ട്രേഷൻ്റെ തെറ്റായുള്ള പോക്കാണ്. ഞാൻ ഈ RDOയോടെല്ലാം പറയുന്നുണ്ട്, ഇത് അവരുടെ ഒന്ന് വിശദീകരിക്കുമോ, അല്പം സാവകാശം കൊടുക്കുമോ. ഈ ഇന്ന് ഇടിക്കാൻ തയ്യാറാണ്, നാളെ ഇടിക്കാതെ ഇവിടെ തന്നെ ഉണ്ടാവും, ഒരാഴ്ച കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഇടിക്കാം. അവരോട് സംസാരിക്കുമോ, അവർക്ക് പറയാനുള്ളത് കേൾക്കുമോ. ഇതൊന്നുമില്ലാതെ ചുറ്റും വളഞ്ഞൊക്കെ കെട്ടിയിട്ട് അളവെടുക്കാൻ ബാക്കിയെല്ലാം പോയപ്പോഴത്തേക്കും ഇളയ മകൻ ഉറച്ചു വിളിച്ച് ആ വിളി കേട്ടുകൊണ്ട് ആ പ്രായം ചെന്ന അമ്മ ഏതാനും ദിവസങ്ങൾക്ക് മാത്രം ഭർത്താവിൻ്റെ ദേഹവിയോഗം സംഭവിച്ച അമ്മ ശിവോഹം ജപിച്ചുകൊണ്ട് ഉരുണ്ട് വീണ് ഇഴഞ്ഞ് ഈ സമാധിയിലെത്തി കെട്ടിപ്പിടിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ വനിതാ പോലീസും പുരുഷ പോലീസും എല്ലാം കൂടെ ബലം പ്രയോഗിച്ച് അവർ വലിച്ചടിക്കുന്ന സ്റ്റേജ് കണ്ടു. ഇത് ഒരു കാഴ്ചക്കാരൻ നിലയ്ക്കാണെങ്കിൽ ഒരു കാഴ്ച. സാറിന് പറയാറുണ്ട്, ഈ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ ഒരു രസമാണ്. കൈകൊണ്ട് ചിരിക്കും. നമ്മൾ വസ്ത്രമൊക്കെ ഊരി റോഡിൽ കൂടെ പോകണണ്ട ചിരി വരും. നമ്മളെന്ന് പറഞ്ഞാൽ എനിക്ക് വരുമില്ല, അങ്ങനെ വരുന്നവരുണ്ട്. സ്വന്തം അമ്മയ്ക്കാണെങ്കിലോ. അപ്പോൾ ഈ വലിച്ചിഴക്കപ്പെടുന്നത് ഏതാനും ദിവസം മാത്രം ഈ ഭർത്താവ് ദേഹവിയോഗം സംഭവിച്ച് ദുഃഖിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ വലിച്ചിഴക്കപ്പെടുന്നത് അവർ എൻ്റെ അമ്മയാണ്, എൻ്റെ സഹോദരിയാണെന്നുള്ള പാവം മനസ്സിൽ കയറുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇതുകൊണ്ടാണ് ഞാൻ അവിടെ പൊട്ടിത്തെറിച്ചത്. ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ 5 പേര് ആ ഭാര്യയെ 2 ആൺമക്കൾ അവർ ഭാര്യയെ നിങ്ങൾ വെടിവെച്ച് കൊല്ലേ എന്ന് പറഞ്ഞൊരു കാര്യം അതാണ്. പക്ഷേ ഇവിടെ ഈ പറയുന്ന അസിസ്റ്റന്റ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ വളരെ സംയമനം പാലിച്ചില്ലേ അവിടുത്തെ പ്രശ്നങ്ങളപ്പോൾ കൈകാര്യം ചെയ്യും. സംയമനം പാലിച്ചില്ലെങ്കിൽ അവർക്കറിയാം, അവർ പരിശോധിക്കട്ടെ, അല്ലെങ്കിൽ കൺട്രോളിൽ പോകും. അതുകൊണ്ടാണ് ആ സാഹചര്യം ഞാൻ ചോദിച്ചത്. ഇതിന് പരാതി കൊടുത്ത ആര്, ദുരൂഹത ആരോപിച്ചത് ആര് വരാൻ പറഞ്ഞു? ഇല്ല. ഈ അമ്മയെ വലിച്ചിഴയ്ക്കുന്ന ആ ഇത് കണ്ടിട്ട് ഉള്ള രോഷം കൊണ്ട് വിഷം കൊണ്ടാണ് ചോദിച്ചത്. തന്തയുള്ള പരാതിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ വാന്ന് പറഞ്ഞു പോയത് ഈ സാഹചര്യത്തിലാണ്. അല്ലാതെ പ്രത്യേക ഒരു കമ്മ്യൂണിറ്റിയുടെയും പേര് ഞാൻ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയാണ് പരാതി കൊടുത്തതെന്നും പറഞ്ഞിട്ടില്ല. ഇതിനെ വല്ലാതെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇങ്ങനെ പറഞ്ഞെങ്കിൽ ചത്തത് കീചനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നുള്ള വിധത്തിലുള്ള വ്യാഖ്യാനത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞൊരു ഇവരെ കമൻസ് വന്നത്. ഞാനതൊരു ഉത്തരവാദിയല്ല. ഈ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തവരാണ് ഉത്തരവാദി. വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട്
ഈ സമാധിസ്ഥനോട് വ്യക്തിവിരോധവും നിക്ഷിപ്ത താല്പര്യവും വെച്ച് തെറ്റാളുടെ വിധത്തിൽ പരാതി കൊടുത്തവരും ആ പരാതിയിൽ ശരിയായ നടപടി സ്വീകരിച്ച് ഈ ഭാഗത്തിൽ എന്ത് പറയാനുണ്ടെന്ന് അന്വേഷിക്കാതെ പോലീസ് സമർത്ഥമായ പോലീസ്, ഞാൻ അന്ന് അവിടെ വെച്ചും പറഞ്ഞത് തന്നെ, അവർ ഒരു കുറ്റകൃത്യം ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ഹാർഡ് കോർ ക്രിമിനൽ അല്ല എന്നുണ്ടെങ്കിൽ പോലീസിനെ കാണുമ്പോൾ തന്നെ പറയ്ക്കും. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പതറും, വാക്കുകൾ വരില്ല, വാക്കുകൾ മുറിയും, ശരീരഭാഷ എല്ലാം വ്യക്തവും. ഈ 5 പേർ ചോദിച്ചാൽ മനസ്സിലാവും എന്തുകൊണ്ട് പോലീസ് തയ്യാറായില്ല, എന്തിൻ്റെ ഈ സാധ്യത വഷളാക്കി ഒന്ന് പോലീസ്. ഈ മാൻ മിസ്സിങ് എന്തോ പറഞ്ഞിട്ട് ആരും പിന്നെ വേറെ ഒന്നും പറയാം, മാൻ മിസ്സിംഗ് ആണ്. മാൻ മിസ്സിങ്ങേ അല്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, RDO ഉണ്ട്, SP ഉണ്ട്, സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട്, എല്ലാ സന്നാഹങ്ങളുണ്ട്, ഫോറൻസിക്കിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, സർജനുണ്ട്, എല്ലാം അവിടെ നിൽക്കുകയാണ്. ആർക്കും സംശയമൊന്നുമില്ല ഇവിടെ തന്നെ ഇതിനകത്ത് തന്നെ ഉണ്ടെന്ന്. മാൻ മിസ്സിംഗ് ആണെങ്കിൽ ഇവർ പറന്ന് കിടക്കണ്ടേ, നോട്ടീസൊക്കെ പതിക്കണ്ടേ കാണുവാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം മാൻ മിസ്സിംഗ് അല്ല. എന്താ പ്രശ്നം? ദുരൂഹ മരണം. അതിന് പകരം മാൻ മിസ്സിംഗ് ആരോപിച്ചുകൊണ്ട് അതിൻ്റെ തെറ്റായുള്ള പ്രൊസീജിയർ, അതിനും പാലിക്കേണ്ട പ്രൊസീജിയർ ഒന്നും പാലിക്കാൻ തെറ്റായ പ്രൊസീജിയറിലേക്ക് പോയി. ഇത് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയാണ്. അവരാണ് ഇതിനെ വഷളാക്കിയത്. ഒന്ന് അവർ മനഃപൂർവ്വം ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല, പരിചയക്കുറവോ ഒക്കെ കൊണ്ടാകാം. പക്ഷേ ഈ പരിചയക്കുറവ് ഹിന്ദുവിൻ്റെ പേരിലല്ല വേറൊരു മതത്തിലാണ് ഉണ്ടെങ്കിൽ അവിടെ തീ കത്തുമായിരുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ അശാന്തി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അശാന്തി ദിവസങ്ങളോ ആഴ്ചകളോ കഴിഞ്ഞാലും ഈ ഭരണകൂടത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത അശാന്തി ഉണ്ടാകുമായിരുന്നു. അതാണ് കാര്യം. എന്തായാലും അന്ന് ഈ ഒരു വിഷയം കത്തി നിൽക്കുന്ന സമയത്തും താങ്കൾ അവിടെ എത്തി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അന്നും ഞാൻ ഉൾപ്പെടെയുള്ള പലർക്കും സംശയമുണ്ടായിരുന്നു. അത് ഇപ്പോൾ ദൂരീകരിക്കപ്പെട്ടു. എങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ മരണത്തിനെ സംബന്ധിച്ചുള്ള ദുരൂഹതകളൊക്കെ ഇപ്പോൾ ഒരു 99% ഇപ്പം ആകെ സംശയമുള്ളത്, ഇപ്പോൾ പത്രവാർത്തകൾ ശരിയാണെങ്കിൽ ഇനിയിപ്പോൾ ഹൃദയത്തിൽ ഉണ്ടായ ബ്ലോക്ക് കൊണ്ടാണോ മരണം സംഭവിച്ചത്, ഇനി ഷുഗർ കൂടിയത് കൊണ്ടാണ്, ഈ രണ്ടും കൊണ്ടാണ്, ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടുപിടിക്കുക, ഈ കോലാഹലം കാണിക്കണമായിരുന്നോ, ഈ മഹാത്മാവിനെ അവമാനിക്കണമായിരുന്നോ? അല്പക്ഷമ കാണിച്ചിരുന്നുവെങ്കിൽ, ആ കുടുംബാംഗങ്ങളോട് സംസാരിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ, അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ചെയ്യേണ്ടതില്ലായിരുന്നല്ലോ. പക്ഷേ അത് അവകാശപ്പെടുന്ന ഒരു വലിയ മഹാസമാധി എന്ന നിലയ്ക്കൊക്കെ ഇത് പ്രകീർത്തിക്കപ്പെടുന്നുണ്ട്. എങ്കിലും ഒരു ജീവനുറ്റ ശരീരത്തെ എങ്ങനെയാണോ കീറി മുറിച്ച് അതിന് ചെയ്യുന്ന അതുപോലെയുള്ള ഒരു മഹാപാപവും നിന്ദ്യമായ പ്രവൃത്തിയാണ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്തത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഇത് ഒഴിവാക്കാമായിരുന്നു. എന്തായാലും വ്യക്തിപരമായിട്ടുള്ള എനിക്ക് ആ അഭിപ്രായത്തോട് യോജിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും അത് താങ്കളുടെ ഭാഗം വിശദീകരിച്ചു. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു മരണം സംഭവിക്കുമ്പോൾ അത് ചുരുങ്ങിയ പക്ഷം നമ്മുടെ നിയമപാലകരെങ്കിലും അറിയിക്കാനുള്ളൊരു ചുമതല അവർക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. നമ്മളൊരു ജനാധിപത്യ രാജ്യത്ത് ഒരു നിയമത്തിൻ്റെ കീഴിൽ ജീവിക്കുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിയമപാലകരെ അറിയിക്കുകയല്ല, ബ്രോഡ് ഡേ ലൈറ്റിലെ മുഴുവൻ ജനങ്ങളുടെ മധ്യത്തിൽ തന്നെയാണ് ഈ സമാധി ഇരുത്തേണ്ടത്. അപ്പം അവർക്ക് ചില കാരണങ്ങളുണ്ടായിരുന്നു എന്തുകൊണ്ട് ചെയ്യുന്നുള്ളത്. തീർച്ചയായും ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഈ നെയ്യാറ്റിൻകരയിലെ ഈ വിഷയം മാത്രം, അതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ സമാധിയെക്കുറിച്ചോ അല്ല മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല. ഞാനതിനെ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം താങ്കൾ വളരെ വ്യക്തമായി തന്നെ ഈ അന്നത്തെ ആ സംഭവത്തെക്കുറിച്ച് വിശദീകരിച്ചു. നിയമപരമായിട്ടുള്ള കാര്യങ്ങളും അന്ന് അവിടെ ജനങ്ങൾക്കുണ്ടായിരുന്ന സംശയത്തെക്കുറിച്ചും ഒക്കെയുള്ള ഒരു വിശദീകരണം താങ്കൾ വ്യക്തമായി തന്നെ തന്നു. തീർച്ചയായും വളരെയധികം നന്ദി. നമസ്കാരം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.